സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് വേണം സർ? അതെ, കടുപ്പം കുറച്ച് പാല് കൂട്ടി ഒരു ചായ. ശരി സർ. ഓ മതി, പെട്ടെന്ന് കൊണ്ടുവരണം കേട്ടാ. ഓ ഓ വൃത്തി. ആരോടാ ഇവൻ വാചോടിക്കുന്നത്? ഇതേത് പെണ്ണ്? അപ്പൊ പ്രീതിയായിട്ട് ഇവനൊരു ബന്ധുവില്ലെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ആ എന്താണ് സർ? അതൊന്നുമില്ല. വേഗത്താ അപ്പൊക്കോ. ശരി. ആ ഇനിയിപ്പോ മഹാദേവന്റെ മകളായിട്ടെങ്ങാനും വഴക്കുണ്ടാക്കി കാണൂ. എന്റെ ദൈവമേ, കോടീശ്വരനാകാൻ ദൈവം കാട്ടിത്തന്ന ഒരേ ഒരു വഴിയാ. ആ വഴി താഴിട്ട് പൂട്ടാൻ സമ്മതിക്കത്തില്ലടാ മോനെ. അരമണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ നീ എന്നെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഗൗതമിന്റെ അച്ഛനോ? എന്തിനായിരിക്കും അങ്കിൾ എന്നെ വിളിക്കുന്നത്? ഹലോ അങ്കിൾ. മോളെ മഹാലക്ഷ്മി അല്ല പ്രീതി. മോളെ അങ്കിള് വെറുതെ വിളിച്ചതാ. മോളിപ്പോ എവിടെയാ? വീട്ടിൽ അങ്കിൾ. മോളെ നമ്മുടെ ഈ സ്കൂൾ ജംഗ്ഷനിലുള്ള കോഫി ഷോപ്പിലോട്ട് വെറുതെ വന്നതാ, ഒരു ചായ കുടിക്കാൻ. അപ്പൊ ദേ മോളെ നമ്മുടെ ഗൗതം ഇവിടെ ഇരിക്കുന്നു. ആണോ? മോളെ കാത്തിരിക്കുകയാണെന്ന് കരുതി ഞാന് അവനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ അറിഞ്ഞില്ല അങ്കിൾ. അല്ല, മോളിപ്പോ അറിഞ്ഞല്ലോ. മോള് ഫ്രീ ആണെങ്കിൽ ഒന്നിങ്ങോട്ട് ഇറങ്ങ്. അവനതൊരു വമ്പൻ സർപ്രൈസ് ആയിരിക്കും. ഞാനിത് എത്തി അങ്കിൾ. ആയിക്കോട്ടെ. മഹാലക്ഷ്മി വരുന്നുണ്ടടാ. ബാക്കി കാര്യങ്ങള് അവള് തന്നെ നോക്കിക്കോളൂ. ഞാൻ കൊടുത്തോളാം മീര. വേണ്ട, ഇത് എന്റെ ട്രീറ്റ് അല്ലേ. ഹേ, ട്രീറ്റ് ആണെങ്കിൽ ഇതൊന്നും പോരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ട്രീറ്റ് എപ്പോ വേണമെന്നും എവിടെ വെച്ച് വേണമെന്നും ഗൗതം പ്ലാൻ ചെയ്ത് പറഞ്ഞാ മതി. അപ്പൊ ശരി, കാണാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം മീര. വേണ്ട, എനിക്ക് സ്റ്റിച്ചിങ് സെന്ററിൽ ഒന്ന് കയറണം. അവിടെ ചിലപ്പോ നേരം പോവും. ഞാൻ പോയിക്കോളാം. ഹായ് ഗൗതം. എന്നിവിടെ തീരെ പ്രതീക്ഷയില്ലെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ വന്നതും ഇയാള് പോവാണോ? ഇയാള് വന്നോണ്ടല്ല, അല്ലെങ്കിലും ഞാൻ പോവാൻ തുടങ്ങായിരുന്നു. ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യോ പ്ലീസ്? ഐ നീഡ് ടു ടോക്ക് ടു യു. ഞാൻ ഒത്തിരി വിളിച്ചിരുന്നു, ഇയാള് ഫോൺ എടുത്തില്ല. ഐ വാസ് ബിസി. എനിക്കറിയാം, എന്നോട് ദേഷ്യമല്ലേ? ഹേയ്, നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ, എന്നെ പോലുള്ളവരുടെ ജീവിതം കൊണ്ട് തട്ടിക്കളിക്കാൻ പ്രാപ്തിയുള്ളവര്. എനിക്ക് ദേഷ്യം തോന്നിയാലും ഇല്ലെങ്കിലും അതിലെന്താ പ്രസക്തി? അച്ഛനായി ഇന്നലെ പ്രശ്നമുണ്ടായ കാര്യം ഞാൻ അറിഞ്ഞു. അത് ഇയാളായിരുന്നു എന്നറിഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇയാൾ എന്തിനാ അങ്ങനൊക്കെ ചെയ്യാൻ പോയത്? ഓ, അച്ഛന് വേണ്ടി എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണോ? ഒരിക്കലും ഇല്ല. എന്നെ ഒട്ടും മനസ്സിലാക്കാതെയാ ഇയാളിപ്പോ എന്നോട് സംസാരിക്കുന്നത്. എന്റെ അച്ഛനെന്ന് പറഞ്ഞ എനിക്ക് ജീവനാ.
തിരിച്ചച്ഛനും എന്നോട് അങ്ങനെ തന്നെയാ. അതൊന്നും അല്ലെന്ന് പറയുന്നില്ല. ഇയാൾക്കറിയോ, ഇന്നലെ ഇയാളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുക. എന്റെ അച്ഛനു നേരെ കൈ ഉയർത്തിയവനെ ഞാൻ കൊന്നേനെ. അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് താനായിരുന്നു എന്ന് അറിഞ്ഞ നിമിഷം എന്റെ ദേഷ്യമൊക്കെ എവിടെ പോയിന്ന് എനിക്ക് തന്നെ അറിയാതെയായി. അത് എന്റെ അച്ഛനോട് എനിക്ക് ഇഷ്ടം കുറഞ്ഞിട്ടോ അതോ അച്ഛനെക്കുറിച്ച് എനിക്ക് കൺസേൺ ഇല്ലാത്തോണ്ടോ അല്ല. നമ്മുടെ ബന്ധത്തിന്, ഐ മീൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ തുല്യ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാ. ഞാനിപ്പോ എന്ത് വേണോന്നാ പ്രീതി പറഞ്ഞു വരുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്നോട് എന്തിനാ നീ ഈ വെറുപ്പും ദേഷ്യവും കാണിക്കുന്നെ? എനിക്ക് പ്രീതിയോട് വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല. പിന്നെന്തിനാ ഫോൺ കട്ട് ചെയ്തത്? ഇന്നലെ നടന്ന കാര്യങ്ങളുടെ പേരില് ഞാൻ മെന്റലി കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഫോൺ എടുത്തില്ലെന്നേ ഉള്ളൂ. ആക്ച്വലി എന്റെ അച്ഛനും ഇയാളും തമ്മില് എന്തായിരുന്നു ഇഷ്യൂ? പറയ് ഗൗതം. എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ... വേണ്ട, അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കണ്ട. ഇയാളുടെ മനസ്സിൽ സ്വന്തം അച്ഛനെ കുറിച്ചൊരു ഇമേജ് ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനായിട്ടത് തകർത്തെറിയുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. എന്നാ ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ഒരു കാര്യം കൂടി. എന്താ? എന്റെ അച്ഛനും ഇയാളും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് ഇനി ഒരിക്കലും ഞാൻ ചോദിക്കില്ല. പക്ഷേ അതിന്റെ പേരിൽ എന്നെ ഒഴിവാക്കരുത്. എന്റെ അച്ഛനുമായുള്ള പ്രശ്നം കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മുറിഞ്ഞു പോരുത്. ഐ വാല്യൂ ദിസ് ഫ്രണ്ട്ഷിപ്പ് എ ലോട്ട്. നമുക്കെപ്പോഴും നല്ല കൂട്ടുകാരായിട്ട് ഇരുന്നോടെ? പ്ലീസ്. ആ ഓക്കെ, ഷുവർ. താങ്ക്സ്. ശരി, എന്നാ ഞാൻ ചെല്ലട്ടെ. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ബൈ. ബൈ. See you. നല്ല കൂട്ടുകാർക്ക് മാത്രമേ നല്ല ലൈഫ് പാർട്ട്നേഴ്സ് ആകാൻ പറ്റൂ. ഗൗതം, നീ എനിക്കുള്ളതാ, ഞാൻ നിനക്കും. നിന്നെ കാണും കിനാക്കൾ മാത്രം കണ്ണിൽ മായാതെ കാത്തുവെക്കാം. എന്നും നെഞ്ചിന്റെ വാതിൽ മാത്രം നിന്നെ തേടി തുറന്നു വെക്കാം. മേഘങ്ങൾ മൂടിയാൽ മോഹത്തിനുയലാടി പൂത്തിങ്കൾ നിന്നെ ഞാൻ തേടും നെഞ്ചിൻ കൊമ്പിൽ. നീ കിനാവിലില്ല എങ്കിലേ കാണാം ഞാൻ. ഓ നീ വരുന്ന വേളയിൽ വസന്തമാ ആ അളിയ ഇവിടെ ഉണ്ട്. ഗൗതം, ഗൗതം. ആഹാ, വിവേകോ? എപ്പം വന്നു? ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളൂ. എന്താ മുനി ഈ നേരത്ത്? അവനെ കൊണ്ട് വല്ല സർക്കിട്ടിനും ആണോ? അല്ലല്ല. ആക്ച്വലി ഞാൻ കുറെ നാളായില്ലേ ആന്റിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ എന്തേലും കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും അവനെ വന്നൊന്ന് കണ്ട് ഇവിടുന്ന് ഡിന്നറും കഴിച്ചിട്ട് പോവാന്ന്. ആ, അത് നന്നായി. ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ട്. സൂപ്പർ. അല്ല, ദോശ ഉണ്ടാക്കണോ അതോ ചപ്പാത്തി ഉണ്ടാക്കണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ചപ്പാത്തി മതി ആന്റി. ആ, ചിക്കന് ചപ്പാത്തിയാ നല്ലത്. നല്ല കോമ്പിനേഷനാ. എന്നാ വാ.
എങ്ങോട്ട്? അടുക്കളയിലേക്ക്. മാവ് കുഴയ്ക്കാൻ ഒരാളില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുന്നു. മോൻ വാ. അയ്യോ ആന്റി, ഞാൻ എന്തേ, അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ? അല്ല, ഗൗതമിനെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുക്കുന്നില്ല ആന്റി. അതുകൊണ്ടല്ലേ ഞാൻ അന്വേഷിച്ചു വന്നത്. അങ്ങനെ വഴിക്ക് വാ. അല്ല, അവൻ എന്താ നിന്റെ ഫോൺ എടുക്കാത്തത്? നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? ഏയ് ഇല്ലില്ല. പക്ഷേ കുറച്ചു ദിവസമായി അവൻ വേറെ ഏതോ ലോകത്താ. എന്തു പറഞ്ഞ? ഏയ് വേറൊന്നുമല്ല ആന്റി, അവൻ ആ ഡ്രോൺ പ്രൊജക്ടിന്റെ കാര്യമൊക്കെ ഏതു നേരം ഓരോ ചിന്തയിലാ. അതാ ഞാൻ പറഞ്ഞത്. അതൊന്നും അല്ല, അവൻ എന്തോ മാറ്റമുണ്ട്. നിന്നെ കാണുമ്പോ ഞാൻ അത് ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. ദൈവമേ, പെട്ടു. എന്ത് ഊരാ കുടുക്കില്ല നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അവനെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്? ഈ ഊരാ കൊടുക്കുന്നൊന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അല്ല, എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല ആന്റി, സത്യം എനിക്കൊന്നും അറിയില്ല ആന്റി. പക്ഷേ അവന്റെ ചില ചുറ്റിക്കളികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിന്ന് വേർക്കണ്ട, അവൻ മുറിയിലുണ്ട്. പോകുന്നോ അത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നു? ദേ പോയി ചപ്പാത്തി കൊടുത്തെന്റെ ജീവിതം കോഞ്ഞാട്ടെ. അളിയ കൈവിട്ടു പോയാ? ഇല്ലളിയ, പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും പോവും, അതുറപ്പാ. എടാ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ അത്യാവശ്യമായിട്ടൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്തിന്? സ്വബോധമുള്ളവരാരും രാത്രി കൂളിംഗ് ഗ്ലാസും വെച്ച് ചിരിച്ചോണ്ടിരിക്കാറില്ല, അതും വീട്ടിനകത്ത്. ഓടാ അവിടുന്ന്. ഈ കൂളിംഗ് ഗ്ലാസിനെ കുറിച്ച് നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇതൊരു ഗ്ലാസ്. This is a special gift from a very special person. ആര് എന്നാളിയ? മീര. അതുകൊള്ളാം. നിങ്ങളിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗിഫ്റ്റ് കൈമാറുന്ന ലെവലിൽ തന്നെ നിൽക്കുവാണോ? നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ ചാറ്റിങ്ങും ഡേറ്റിംഗും ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ കല്യാണത്തിൽ എത്തി നിന്നേനെ. കഷ്ടം. എത്ര നാളായടാളിയ? എടാ, നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം ഒരു പെൺകുട്ടിയോട് തുറന്നു പറയുന്നത് വളരെ ആലോചിച്ചും സൂക്ഷിച്ചും ചെയ്യേണ്ട ഒരു കാര്യം. മറ്റുള്ളവരെ പോലെയല്ല ഞാൻ മീരെ സ്നേഹിക്കുന്ന. എന്റെ വെറും ഗേൾ ഫ്രണ്ട് ആയിട്ടും അല്ല. ഷീസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. പക്ഷേ നിന്റെ മനസ്സിലുള്ള സ്നേഹം നീ അവളെ അറിയിച്ചിട്ട് പോലും ഇല്ലല്ലോടാ. അവളുടെ മനസ്സറിയാതെ, സാഹചര്യം അറിയാതെ ചാടിക്കേറി ഐ ലവ് യു മീര എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അവള് റിജക്ട് ചെയ്ത അതെനിക്ക് താങ്ങാൻ പറ്റില്ല വിവേകെ. അതുകൊണ്ട് എന്റെ സ്നേഹം കുറച്ചിട്ടാണെങ്കിലും അവള് തിരിച്ചറിയുന്നൊരു ദിവസം വരെ കാത്തിരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ വലിയ ടെക്നോളജിസ്റ്റ് ഒക്കെ തന്നെയാ, സമ്മതിച്ചു. പക്ഷേ പെമ്പിള്ളേരുടെ സൈക്കോളജിയുടെ കാര്യത്തിൽ നീ വെറും മണ്ടനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എടാ, മീര നിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അവളുടെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടവുമുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? സംഭവിച്ച ഓരോ കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കളിയാ. അന്ന് തന്നെ ആ ജോബ് ഇന്റർവ്യൂവിന് പോവാൻ അവളെന്തിനു നിന്നെ വിളിച്ചുവരുത്തിയത്? കൊണ്ടുവിടാ. അതേടാ, പക്ഷേ നീ തന്നെ കൊണ്ടുവിടേണ്ട കാര്യം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്. അവൾക്കൊരു കോൾ ടാക്സി വിളിച്ചു പോവായിരുന്നല്ലോ. നിന്റെ കൂടെ യാത്ര ചെയ്യാനും സമയം ചെലവിടാനും അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ആമ്പിള്ളേര് പോയി പിന്നാലെ നടന്ന് മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയുന്ന പോലെ പെൺപിള്ളേര് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് മീരെ പോലൊരു പെൺകുട്ടി. അത് നേരല്ലേ?
പിന്നല്ലാതെ അവൾക്ക് കാര്യങ്ങൾ മൊത്തം സിംബോളിക്കാ. നമ്മളത് മനസ്സിലാക്കിയെടുത്തോളണം. ഈ ഗിഫ്റ്റ് തന്നതുപോലും സിംബോളിക്കായൊരു തുറന്നു പറച്ചിലെന്നാണ് എൻ്റെ ഒരു ഇത്. ഏത്? ചേട്ടാ, എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ആയിരിക്കൂ. ആണ് മച്ചാ, ഉറപ്പ്. ആ പിന്നെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അപ്പോഴൊക്കെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒടുവിലെല്ലാം കൂടി കൈവിട്ട് പോയി കഴിഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞേക്ക, നിന്റെ മനസ്സിലുള്ളതൊന്നും തുറന്നു പറയാത്തോണ്ടാ അന്ന് മീരയുടെ അച്ഛനൊരു കല്യാണാലോചന കൊണ്ടുവന്നപ്പോ അവൾ അതിന് കയറി സമ്മതിച്ചത്. ഇത് ദൈവം നിനക്ക് തന്ന സെക്കൻഡ് ചാൻസാ. കളിച്ചു കളയാതിരുന്നാ നിനക്ക് കൊള്ളാം. നീ പറഞ്ഞ വളരെ ശരിയാ മച്ചാ. എനിക്കിപ്പോഴാ ശരിക്കും ഒരു കോൺഫിഡൻസ് വന്നത്. മീരയുടെ മനസ്സിലും എന്നോടൊരു ഇഷ്ടമുണ്ട്. ഉണ്ടാവാത്ത തരമില്ല, അതെനിക്കറിയാം. യെസ്, ഐ നോ. സമയം പാഴാക്കാതെ എന്റെ സ്നേഹം ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിരിക്കും. നല്ല തീരുമാനം. എന്നാ ഇനി വേഗ കണ്ണട അവിടെ വെച്ചിട്ടേ ഒന്ന് ഡ്രസ്സ് മാറി ഇറങ്ങിക്കേ. എന്തിന്? എങ്ങോട്ട് പോവാൻ? എടാ, വിജിലിന്റെ കല്യാണല്ലേ അടുത്ത ആഴ്ച. ഇന്ന് അവന്റെ ബാച്ചിലർ പാർട്ടി. അവൻ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? എടാ, നിന്നെ കൊണ്ടുപോകാനാണ് അവന്മാരെന്നെ ഇങ്ങോട്ട് വിട്ടത്. അതിനാണെങ്കി നിന്ന് നേരെ മെനക്കെടുത്തണ്ട. നീ വിട്ടോ. നിർബന്ധിച്ചാ വരുവോളിയാ? ഇല്ലേ ഇല്ല. ഒരു പാർട്ടിക്ക് വരാനുള്ള മൂഡിലല്ലട ഞാൻ. ഇന്ന് രാത്രി മുഴുവൻ ഈ കണ്ണടയും കണ്ണിൽ വെച്ച് എനിക്ക് എന്റെ മീരയെ സ്വപ്നം കാണാനുള്ളതാ. നിന്റെ അമ്മ പറഞ്ഞത് വളരെ ശരിയാ. നീ ഒരു ഊരാ കൊടുക്ക് തന്നെ ചെന്നുവിട്ടിരിക്കുന്നു. അതിന്റെ പേരാ മീര. എന്തെങ്കിലും ആവശ്യത്തിന് നീ എന്റെ അടുത്തേക്ക് വരും. അപ്പ കാണിച്ചു. പ്രീതി, എടി, 2 ദിവസം കൂടെ കഴിഞ്ഞാ വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡേയാ. എന്ത് സ്പെഷ്യൽ ഡേ? അയ്യോ, അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ഡേ ഇടി പൊട്ടത്തി. ആ യെസ് യെസ്, പറയുമ്പോൾ അത് നേരാണല്ലോ. മീരച്ച എങ്ങനെ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഓർത്തു വെക്കുന്നേ? ഡി, നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ കാര്യങ്ങള് നമ്മൾ ഓർത്തില്ലെങ്കിൽ പിന്നെ ആരോ ഓർത്ത് വെക്കുക? ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാൻ പോവാ. പ്രീതി, നിന്ന് ഇടി, ഓർത്ത് വെച്ച് പറയാൻ ഞാനും ഓടിച്ചെന്ന് ആദ്യമേ വിഷ് ചെയ്യാൻ നീയും അല്ലേ? അതെന്ത് മര്യാദയാ? എന്നാ ശരി, നമുക്ക് ഒരുമിച്ച് പോയി വിഷ് ചെയ്യാം. വാ. എടി, വിഷൊക്കെ ചെയ്യാം. വേറെ ചില പ്ലാൻസുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ മീരേച്ചി? ജീവിതത്തിൽ ഇന്ന് വരെ അച്ഛനും അമ്മയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും. എന്നാ ഇത്തവണ ആ പതിവിനൊരു മാറ്റം വേണം. അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ഡേ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കണം. കലക്കൻ ഐഡിയ. ലെറ്റ്സ് ഡു ഇറ്റ്. ആ അതെ, അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. ഇത് നമ്മൾ മാത്രം തീരുമാനിച്ചത് കൊണ്ടായില്ലല്ലോ. അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ? അവര് സമ്മതിക്കാതിരിക്കോ? അറിയില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ എന്ത് സമ്മതിക്കും. അതുകൊണ്ട് അക്കാര്യം മീരേച്ചി എനിക്ക് വിട്ടേക്ക്. ആ പക്ഷെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യത്തില് എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അത് മീരേച്ചി വിചാരിച്ചാലേ നടക്കൂ. ശരി, നമുക്ക് ചെന്ന് അമ്മയോട് ആദ്യം കാര്യം അവതരിപ്പിക്കാം. അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി വിഷസ്. അമ്മ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഒരു താങ്ക്സ് പോലും പറയാതെ പോവാണ്. ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും കേട്ടത്? അത് ഞങ്ങൾ അമ്മയ്ക്ക് വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തത് അച്ഛമ്മേ. ഇന്നോ? അല്ല, മറ്റന്നാളാ. അന്ന് ഞങ്ങൾ ഗംഭീര പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റേതൊരു ആഘോഷത്തിനേക്കാളും സന്തോഷത്തോടെ കൊണ്ടാടേണ്ട ദിവസം അത്, അല്ലേ പ്രീതി? അതെ. എന്നിട്ടാ ഇത്ര നാളും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാതെ വിട്ടുകളഞ്ഞത്. അതിനെന്താ, ഇത്തവണ ആ കേട് തീർക്കാൻ ആഘോഷിക്കാം, അല്ലേ യമുനെ? ഇത്തവണ നമുക്ക് പൊടി പൊടിക്കണം. ഒരാളെ പോലും വിട്ടുപോവാതെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയ എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് ഒരു ഗ്രാൻഡ് ഡിന്നർ പാർട്ടി നടത്തണം. വേണ്ട,
എനിക്ക് ആഘോഷിക്കണ്ട. ഞാൻ പറഞ്ഞോ എനിക്ക് ആഘോഷിക്കണോന്ന്? പറഞ്ഞോന്ന്? ആരോട് ചോദിച്ചിട്ടാ നീ ഇതൊക്കെ തീരുമാനിച്ചത് മീര? അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. വന്ന് വന്ന് എന്ത് അഹങ്കാരം കാണിക്കാവുന്നായോ? പാർട്ടിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. മറ്റന്നാൾ ഇവിടെ ആരും ഒന്നും ആഘോഷിക്കുന്നില്ല. മീരച്ചി, മോളെ യമുനെ, കുട്ടികൾ അവരുടെ ഒരാഗ്രഹം പറഞ്ഞതല്ലേ, കഴിയുന്നത് അതങ്ങ് നടത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അത്രയല്ലേ ഉള്ളൂ. മീരെ ഇത്രയധികം ശകാരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മോളെ. എന്താ മോളെ പെട്ടെന്നിങ്ങനെ? ഒന്നുമില്ലമ്മ, ഞാൻ പെട്ടെന്ന് എന്തോ അങ്ങനെ. പാവം കുട്ടി, അവൾക്ക് വല്ലാത്ത സങ്കടമായിട്ടുണ്ട്.